ഹലോ യൂട്യൂബ് ഫാമിലി. ഈ റീഡിംഗ് എന്ന് വെച്ചാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന പ്രണയിനി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കുറച്ച് നേരത്തേക്ക് ചിന്തിക്കുക. ഒരു കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അവരുടെ പേര് മനസ്സിൽ പറയുക, അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടിരുന്നാൽ റീഡിങ് നെഗറ്റീവ്. എങ്ങനെയാണെങ്കിലും അവരുടെ തീരുമാനം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സോൾ ട്രൈബ്, എൻ്റെ യൂട്യൂബ് ഫാമിലി, ഇവർ മനസ്സിൽ വിചാരിക്കുന്ന ഇവരുടെ പേഴ്സൺ എന്ത് തീരുമാനമാണ് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ എടുത്തിരിക്കുന്നത്? യൂണിവേഴ്സ്, ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫൂളാണ്. കണ്ടോ? നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എന്താകും എന്നുള്ള ഒരു ധൈര്യക്കുറവ് അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ധൈര്യം തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കേട്ടോ? അതാണ് ഓവറോൾ എനർജി വന്നേക്കുന്നത്. ഇവിടെ 6 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സ്വോർഡ്സ്. 8 ഓഫ് സ്വോർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് 6 ഓഫ് wands. ക്യൂൻ ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അതിന്റെ ക്ലാരിഫിക്കേഷൻ 4 ഓഫ് കപ്സ്. 4 ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ 3 ഓഫ് സ്വോർഡ്സ്. 10 ഓഫ് സ്വോർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ 7 ഓഫ് പെന്റക്കിൾസ്. 7 ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ 5 ഓഫ് പെന്റക്കിൾസ്. 10 ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ ഹെർമിറ്റ്. ഹെർമിറ്റിന്റെ ക്ലാരിഫിക്കേഷൻ 9 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ ബന്ധം വേണം, ഇനി വേണം എന്നുള്ള തോട്ട്സ് ഉണ്ട്. പക്ഷെ ഇതിനി ഏത് തോതിൽ പോകും, ഈ ബന്ധം എങ്ങോട്ട് പോവും എന്നവർക്കൊരു ഐഡിയ ഇല്ല. അവർക്ക് ഈ ബന്ധം ഒറ്റടിക്ക് നോക്കുമ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം അവരും വിചാരിക്കുന്നത് മൂവ് ഓൺ ചെയ്ത് പോവാന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക് വീണ്ടും വേണം എന്നുള്ള തോട്ടും വരുന്നുണ്ട്. കേട്ടോ? ഇവിടെ മൂവ് ഓൺ ആയ പോലെ തോന്നലാണ്, പക്ഷെ അവർക്ക് മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല. ഒരുപാട് അവർക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് അവർ എൻട്രാപ്ഡ് ആണ് അതിൻ്റെ അകത്ത്. അവർക്ക് അതിൻ്റെ ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇവിടെ കണ്ടോ 8 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് wands ആണ്. അവർക്ക് ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി നിൽക്കണം എന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ തോട്ട്സ് അവരെ സ്റ്റിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ക്യൂൻ ഓഫ് സ്വോർഡ്സും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് 4 ഓഫ് കപ്സ്. അതിൻ്റെ താഴെ 3 ഓഫ് സ്വോർഡ്സ്. കണ്ടോ? ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് അവര് ഇമോഷണലി വളരെ മുരട് അല്ലെങ്കിൽ മരവിച്ച അവസ്ഥയിൽ പോവാണ്. അവരവരുടെ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു, കാണിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു കാര്യം സംഭവിച്ചതിൽ. ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ അവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ അവർക്ക് ഇതൊന്നും ഒരു കുഴപ്പമല്ല, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കോൾഡ് രീതി നിങ്ങളെ ഷോ ഓഫ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർ ശരിക്കും എക്സ്ട്രീംലി ഹേർട്ട്. കേട്ടോ? പക്ഷെ അവരത് കാണിക്കില്ല. പകരം ഭയങ്കര കോൾഡാണ്. അവർക്കൊരു ഫീലിങ്സും ഇല്ല എന്ന രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കല്ലാതെ നല്ല ഇമോഷണൽ പെയിൻ ഉണ്ട്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല. കുറച്ച് കഴിഞ്ഞെന്തെങ്കിലും റെഡിയാകുമായിരിക്കും എന്നുറപ്പായിട്ടും. നിങ്ങളുമായിട്ടൊരു നല്ല ലൈഫ്, ഇവിടെ 10 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് വേണം എന്നുള്ള തോട്ട്സ് അവർക്കുണ്ട്. അതവരുടെ മനസ്സിൽ ഒരു ഡ്രീമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നിലവിലത്തെ സിറ്റുവേഷനിൽ അവർ ഇമോഷണലി ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ടോട്ടലി ഹീൽ ആയിട്ടില്ല. ടോട്ടലി ഹീൽ ആവാതെ അവർക്കൊരു റിലേഷൻഷിപ്പിന് വന്നിട്ട് എന്താണ് ഒരു കാര്യമില്ല. കാര്യം ഹീലിംഗ് ഇല്ലാതെ നമുക്ക് റിലേഷൻഷിപ്പിന് പോയാൽ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് അടിക്കും. അതുകൊണ്ട് അവർക്ക് ഹീലിങ്ങിലൂടെ പോകാനുള്ള സമയം കൊടുക്കുക. ഒരു കാരണവശാലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ചേസ് ചെയ്യാനായിട്ട് പാടില്ല. അവർക്ക് ഹീലിങ്ങിനുള്ള സമയം കൊടുക്കുക, ചേസ് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അവരെ വേണം ആ ഒരു എനർജിയിൽ നിന്ന് വിട്ടുകളയുക. നിങ്ങൾ ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി അഫർമേഷൻസ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എന്താണോ നിങ്ങളെ സെർവ് ചെയ്യാത്തത് അതിനെ റിലീസ് ചെയ്യുക. ഐ റിലീസ് വാട്ട് നോ ലോങ്ങർ സെർവ്സ് മീ എന്ന അഫർമേഷൻസ് ഒക്കെ ഡെയിലി പറയുന്നത് നല്ലതാണ്. കേട്ടോ? അങ്ങനെയുള്ള അഫർമേഷൻസ് പറയുക.
നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, കോഡ് കട്ടിങ് പറ്റുവാണെങ്കിൽ ചെയ്യുക കേട്ടോ. ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ആത്മബന്ധമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോഡ് കട്ടിങ് ചെയ്യുന്നതാണ് നല്ലത്. കോഡ് കട്ടിങ് ചെയ്യുമ്പോൾ അവരായിട്ടുള്ള ആ ഒരു ടെലിപ്പതി കണക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് അതിനുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഈ കമന്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ. അവര് കൺഫ്യൂസ്ഡ് എന്നല്ല, അവർക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം അതിനുള്ള ഹീലിംഗ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഹീലിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് ചെക്ക് ചെയ്യാം. എൻ്റെ മനസ്സിൽ അനന്തു എന്നൊരു പേര് വന്നു കേട്ടോ. അനന്തു. അതുപോലെ മണിപ്പൂർ 68. നിങ്ങളുടെ വയസ്സ്, പേഴ്സന്റെ വയസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പറിലുള്ള അക്കങ്ങള്, വണ്ടിയുടെ നമ്പർ. സുമി വന്നു. കിയ എന്നൊരു പേര് എൻ്റെ മനസ്സിൽ വന്നു. അതുപോലെ ഷൈനി, പോണ്ടിച്ചേരി, അമ്മു, അതുപോലെ സൺഡേ 26, 20. റെസനേറ്റ് ആവുകയാണെങ്കിൽ കമന്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. ബിസിനസ് എന്ന് കാണുന്നു. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, അവർ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. ബികോം ബിസിനസിന്റെ കൂടെ തന്നെ വന്നതാണ്. ബികോം പഠിച്ച ആളായിരിക്കാം. ഇറാനിന്നൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ? കമന്റ് ചെയ്യട്ടോ. അതുപോലെ മകയിരം, രേഷ്മ കേട്ടോ. രേഷ്മ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എടുത്ത പേപ്പർ നോക്കിയേ. രേഷ്മ കാണുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഓപ്പൺ ചെയ്തതാണ്. രേഷ്മ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു ആമിന എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലൂസ് എടുത്തപ്പോ അതിൻ്റെ അകത്ത് ആമിന വന്നു. എനിവേ, കുറച്ചൊക്കെ മിറാക്കിൾസ് യൂണിവേഴ്സ് കാണിക്കാറുണ്ടല്ലേ. 59, കെന്യ, അത്തം, എനിക്ക് എൻ്റെ പേര് തന്നെയാണ് മനസ്സിൽ വരുന്നത്, പ്രിയങ്ക കേട്ടോ. റെസനേറ്റ് ആവുകയാണെങ്കിൽ കമന്റ് ബിലോ. രോഹിണി, അതുപോലെ സുൽത്താൻ കേട്ടോ, എൻ്റെ മനസ്സിൽ വന്നതാണ്. സ്വിറ്റ്സർലാൻഡ്, അബൂബക്കർ കേട്ടോ. അബൂബക്കർ എൻ്റെ മനസ്സിൽ വന്നു. സുനിൽ, രാജ് കേട്ടോ, എൻ്റെ മനസ്സിൽ വന്നതാണ്. 75 നിങ്ങളുടെ ഏജ് ആയിരിക്കാം, പേഴ്സന്റെ ഏജ് ഒക്കെ ആയിരിക്കാം. ഞാൻ രാജ് എന്ന് പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ എന്താ കാണുന്നതെന്ന് നിങ്ങൾ സ്വയം നോക്കിക്കോളൂ. രാജ്കുമാർ, ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ രാജെന്ന്. രാജ്കുമാർ ക്ലൂവിൽ വന്നു. ഫിലിപ്പീൻസ് കേട്ടോ. ഫിലിപ്പീൻസ് എന്ന് ക്ലൂവിൽ വന്നിട്ടുണ്ട്. വി എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വി. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ എന്തെങ്കിലും റീഡിങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. വളരെ ടയേർഡാണതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. നൈറ്റ് ടൈമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സമയം കിട്ടിയില്ല രാവിലെ എടുക്കാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.